he chill, he sunders the bonds that enthrall. Redeemed by his blood, why should we ever fear? Since Jesus is our all in all. If God be for us, if God be for us, if God be for us, who can be against us? Who can be against us, against us? Be strong in the Lord, rejoicing in his might. Be loyal and true day by day. When evils assail, be valiant for the right, and he will be our strength and stay. If God be for us, if God be for us, if God be for us, who can be against us? Who can be against us, against us? Confide in his word, his promises so sure. In Christ they are yea and amen. Though earth pass away, they ever shall endure. 'Tis written over and over again. If God be for us, if God be for us, if God be for us, who can be against us? Who can be against us, against us? Abide in the Lord, secure in his control. 'Tis life everlasting begun. To pluck from his hand the weakest trembling soul, it never, never can be done. If God be for us, if God be for us, if God be for us, who can be against us? Who can be against us, against us? Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ധനഹായിക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി, അഥവാ ജനത്തിന് തന്നെത്താൻ വെളിപ്പെടുത്തുന്നതിന് മുമ്പായി, യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ ആ ദിവസമാണ് സുറിയാനി ഭാഷയിൽ ദനഹോ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദനഹോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം മഹത്വപ്രകാശ നാൾ എന്നാണ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നും നാം ഇതിന് പറയും. ഗ്രീക്ക് ഭാഷയിൽ എപ്പിഫനി എന്നതാണ് ആ വാക്ക്. ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു പിതാവാം ദൈവത്തോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടുമൊപ്പം ഒന്നിച്ച് ഒന്നായി ത്രിയേക ദൈവമായിരിക്കുന്നു. ആ വെളിപ്പാടാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് ഉണ്ടായത്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. യേശു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ പരിശുദ്ധാത്മാവാം ദൈവം പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിന്മേൽ ആവസിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി. പിതാവാം ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. It was an attestation of Jesus' identity and a declaration to the wide world that Jesus was sent for a mission. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ കഴിപ്പിച്ചുകൊണ്ടിരുന്നത് മാനസാന്തര സ്നാനമായിരുന്നു.
ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ്. നമുക്കറിയാം, യേശുവിൻ്റെ മുന്നോടിയായി യേശുവിന് വഴിയൊരുക്കുവാനായി വന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ എന്നതായിരുന്നു യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അനേകർ അത് കേട്ട് തങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിച്ച് മാനസാന്തരമുള്ളവരായി യോഹന്നാൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി. അവരെയെല്ലാം യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടേക്കാണ് യേശു കടന്നു വന്നത്. യേശുവിന് ഈ മാനസാന്തര സ്നാനം ആവശ്യമുണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം യേശു പാപമൊന്നും ചെയ്തിട്ടില്ല. പാപമില്ലാത്തവനായ നിഷ്കളങ്കനായ ദൈവകുഞ്ഞാടായിരുന്നു യേശു. മാനവരാശിയുടെ പാപമെല്ലാം തന്മേലേറ്റെടുക്കുവാൻ വന്ന കളങ്കമില്ലാത്തവനായ ദൈവകുഞ്ഞാടായിരുന്നു യേശു. പിന്നെ എന്തിനാണ് യേശു സ്നാനമേറ്റത്? സകലത്തിലും തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട്, ആ മനുഷ്യരാശിയോട് ഏകീഭവിക്കുവാൻ, താതാത്മ്യം പ്രാപിക്കുവാൻ, അങ്ങനെ സകല നീതിയും നിവർത്തിക്കുവാനാണ് യേശു യോഹന്നാൻ്റെ കീഴിൽ സ്നാനമേറ്റത്. ജീസസ് took baptism in order to conform with the human race in every way as the ultimate atonement for sin and death. Jesus truly took our place in every way. സകലത്തിലും മനുഷ്യരാശിയോട് ഏകീഭവിക്കുവാൻ, അങ്ങനെ സകല നീതി നിവർത്തിക്കുവാനാണ് യേശു സ്നാനമേറ്റത്. ആ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ ജനമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മോടൊപ്പമുള്ള ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിരന്തര ബോധം നമുക്കുണ്ടാകണം. ദൈവത്വത്തിലുള്ള 3 വ്യക്തികൾ സ്നേഹത്തിൽ എങ്ങനെയാണോ ഐകമത്യപ്പെട്ടിരിക്കുന്നത്, ഒന്നായിരിക്കുന്നത്, സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന, സമതുല്യരായി സമനിത്യരായി മരുവുന്നത് എന്ന് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ഇന്ന് പ്രധാനമായും നാം ചിന്തിക്കുവാൻ പോകുന്നത്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 17 verses 13 to 17. Only 5 verses. ഈ 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ ഓഫ് ജീസസ്. പിതാവാം ദൈവത്തോട് യേശുക്രിസ്തു അപേക്ഷിക്കുന്നത്. 16-ാം അധ്യായത്തിൽ നാം കണ്ടു, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളെ വിട്ടുപിരിയുവാൻ പോകുകയാണ്. ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ എന്നെ കാണും. ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ മനം കലങ്ങേണ്ട. യേശുക്രിസ്തു ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന കഴിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം ഫ്രം വേഴ്സ് 13 ഓൺവേർഡ്സ്. പിതാവാം ദൈവത്തോട് യേശുക്രിസ്തു പറയുന്നു, പിതാവേ, ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, അതായത് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. എന്താണ് ഈ വേദഭാഗത്ത് യേശുക്രിസ്തു പറഞ്ഞത്? തൻ്റെ സന്തോഷം ശിഷ്യന്മാർക്ക് ഉള്ളിൽ പൂർണ്ണമാകണം. അതുപോലെ സർവമഹത്വവും പിതാവിന് ചേർക്കപ്പെടണം. പിതാവിനോട് അപേക്ഷിക്കയിൽ യേശുക്രിസ്തു തന്നെക്കുറിച്ചല്ല, ശിഷ്യന്മാരെക്കുറിച്ചാണ് കൺസേൺഡ് ആയിരിക്കുന്നത്.
ഒരു മഹാപുരോഹിതനായി ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയാണ്. പിതാവേ, ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം ഇവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. എന്താണ് യേശുവിൻ്റെ ഈ സന്തോഷം? താൻ മരണക്കാസ കുടിക്കുവാൻ പോകുകയാണ്. ഈ സമയത്ത് എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് യേശുവിൻ്റെ ഈ സന്തോഷം? തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ആ സന്തോഷം. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നത്. താൻ എന്ത് ദൗത്യവുമായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ദൗത്യം ഇതാ നിറവേറപ്പെടുവാൻ പോകുന്നു. അതാണ് സന്തോഷകാരണം. ആ സന്തോഷം ശിഷ്യന്മാർക്ക് ഉള്ളിൽ പൂർണ്ണമാകണം. അതാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതായത് ശിഷ്യന്മാരും പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരാകണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ ശിഷ്യൻ ദൈവത്തിൽ ആശ്വാസവും സ്വസ്ഥതയും അനുഭവിക്കുന്നവനായിരിക്കും. പുറമേ എത്ര ദുഃഖ സാഹചര്യങ്ങളുണ്ടായാലും ദൈവത്തിലാണ് തൻ്റെ നങ്കൂരം ഇട്ടിരിക്കുന്നത് എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ സന്തോഷം നഷ്ടപ്പെടാതെ അവനിലുണ്ടാകും. യേശുക്രിസ്തുവിൽ നാം അതാണ് കണ്ടത്. ക്രൂശ് മരണത്തിൽ പോലും ദൈവഹിതം അല്ലെങ്കിൽ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിലുള്ള ആ സന്തോഷമാണ് മുഴച്ചു നിന്നത്. അതിലാണ് യേശുക്രിസ്തു നിർവൃതി കണ്ടെത്തിയത്. ഈ വചനഭാഗത്ത് പ്രധാനമായും 5 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, സന്തോഷപൂർണത. രണ്ടാമതായി, ദൈവവചനം അവർക്ക് കൊടുത്തതിനെപ്പറ്റി. മൂന്നാമതായി, ഈ ലോകത്തിന് അനുരൂപരാകാത്ത കാരണത്താൽ ഈ ലോകം അവരെ ദ്വേഷിക്കുന്നത് അഥവാ പകയ്ക്കുന്നത്. നാലാമതായി, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അഞ്ചാമതായി, സത്യവചനത്താൽ അവരെ വിശദീകരിക്കണമേ എന്ന് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാർക്ക് താൻ എന്തു കൊടുത്തു എന്നാണ് യേശു പിതാവിനോട് പറഞ്ഞത്? പിതാവേ, നിൻ്റെ വചനം ഞാൻ ഇവർക്ക് കൊടുത്തു. ഫാദർ, ഐ ഹാവ് ഗിവൺ ദം യുവർ കമാൻഡ്സ്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ഈ ലോകം എന്നെ പകച്ചതുപോലെ അത് നിങ്ങളെയും പകയ്ക്കും. കാരണം ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരല്ല. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. നിങ്ങൾ ഈ ലോകത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കുന്നവരല്ല. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതേസമയം ഈ ലോകത്തിലുള്ളവർ ലൗകികരാണ്, ജഡികരാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, സാത്താൻ്റെ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഈ ലോകക്കാർ നിങ്ങളെ ദ്വേഷിക്കും, പകയ്ക്കും. And the world hates you because you don't fit in with it, just as I don't. അതുകൊണ്ട് പിതാവേ, ലോകം ഇവരെ പകയ്ക്കുന്നതിനാൽ ഇവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്നാണ്. Father, I am not asking you to take them out of the world, but to keep them safe from Satan's power. They are not part of this world any more than I am. Make them pure and holy through teaching them your words of truth. സത്യത്തിൻ്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. സത്യം സംസാരിക്കുന്നതും ചെയ്യുന്നതും പറഞ്ഞു കേൾപ്പിക്കുന്നതും
സത്യത്തിൽ നടക്കുന്നതുമാണ് വിശുദ്ധി പ്രാപിക്കുവാനുള്ള മാർഗം. സത്യമെന്നതോ യേശുക്രിസ്തുവാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. കാരണം ഇൻ ഐശയ്യ 42:8 ഗോഡ് സേസ്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. വചനം അനുസരിച്ച് ജീവിക്കുന്നതിനാൽ നാം ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. നാം സന്തോഷമുള്ളവരായിരിക്കുന്നതിനാൽ ദൈവമാണ് മഹത്വമെടുക്കുന്നത്. അതിനാലാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. Do not conform to this evil world, because we are not of this world. We are from heaven above. We are citizens of heaven. We have a heavenly standard of talking, walking, doing, and our attitude is different. It is the kingdom attitude of the kingdom of God. We do not engage ourselves in the world's interest. We do not devote ourselves to its service. നാം ഇനി പാപത്തിൻ്റെ ദാസന്മാരല്ല. We are perfectly dead to the world. നാം ഈ ലോകത്തിന് മരിച്ചവരായിരിക്കുന്നു. നമ്മിലുള്ള ദൈവാത്മാവ് ഈ ലോകത്തിൻ്റെ ആത്മാവുമായി, അഥവാ ഈവിൾ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ആത്മാവുമായി നമ്മിലുള്ള ആത്മാവ് എതിരാണ്. പിതാവേ, നീ അവരെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. എന്തിന്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. മനുഷ്യൻ്റെ അത്യാഗ്രഹത്താൽ വഞ്ചനയോടെയും ചതിവോടെയും മറ്റുള്ളവനെ നിന്ദിച്ചും അപമാനിച്ചും ചവിട്ടിത്താഴ്ത്തിയും മാനഹാനിപ്പെടുത്തിയും കൊള്ളയടിച്ചും നിഗ്രഹിച്ചും മനുഷ്യൻ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനങ്ങളെയും ആർജിച്ചെടുത്ത സമ്പത്തിനെയും പദവികളെയും പേരിനെയും പ്രശസ്തിയെയും എല്ലാം നാം സ്നേഹിക്കുകയാണെങ്കിൽ, അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് ലോകസ്നേഹമാണ്. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫസേഴ്സ് ഓഫ് ദിസ് ട്രൂത്ത് ആർ റിജക്റ്റഡ് ഓർ ഡെസ്പൈസ്ഡ് ബൈ ദിസ് വേൾഡ്. ദേ ആർ എനിമീസ് ടു ദം. ലോകം അവരെ പകയ്ക്കും. എങ്ങനെയെങ്കിലും അവരെ വകവരുത്തണം എന്ന ചിന്തയാണ് അവർക്ക്. ലോകം യേശുവിനെ പകച്ചത് ഇതേ വിഷയത്തിലാണ്. അതിനാൽ അവർ നമ്മെയും പകയ്ക്കും. ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് അതിനാലാണ് യേശു പ്രാർത്ഥിച്ചത്. സത്യസുവിശേഷം പഠിപ്പിക്കുന്നവരെ ലോകം വെറുക്കുന്നു. അവരെ ശത്രുക്കളായി കാണുന്നതിൻ്റെ കാരണം, they call people out of this evil world system, separate them from it, teach them not to conform to it. അതിനാൽ തന്നെ സുവിശേഷം പഠിപ്പിക്കുന്നവരെ ലോകം വെറുക്കുന്നു. ഇതിനാൽ തന്നെയാണ് യേശു പറഞ്ഞത്, ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നത് എന്ന്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 34-39. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും.
എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ലൂസിങ് ദിസ് വേൾഡ്ലി ലൈഫ് ടു ഗെയിൻ ഇറ്റേണൽ ലൈഫ്. ഒരു ഭവനത്തിലോ ഒരു സമൂഹത്തിലോ ഒരു സിസ്റ്റത്തിലോ എങ്ങനെയാണ് ഭിന്നത ഉണ്ടാകുന്നത്, വാളെടുക്കുന്ന അവസ്ഥ വരുന്നത്? കുറേ പേർ തിന്മ പ്രവർത്തിക്കും. അവിടെ നിന്ന് ഒരുവൻ അതെല്ലാം ഉപേക്ഷിച്ച് പിന്മാറുകയാണെങ്കിൽ അവിടെ പ്രശ്നമാണ്, കലഹമാണ്, അവിടെ അസമാധാനമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ, അത് അനുഷ്ഠിക്കുന്നവർ, ആ സുവിശേഷം കേൾക്കുന്നവർ തിന്മയുപേക്ഷിച്ച് നന്മയിലേക്ക് കടന്നു വരും. അവർ ഫോഷ്ക്ക് പറയുന്നവരായിരിക്കില്ല, അവർ കൊലപാതകന്മാരായിരിക്കില്ല, അവർ കൈക്കൂലിക്കാരായിരിക്കുകയില്ല, വ്യഭിചാരികളായിരിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ആ സമൂഹത്തിൽപ്പെട്ടവർ അവരെ ഉപദ്രവിക്കും, അവരെ എങ്ങനെയെങ്കിലും വകവരുത്തുവാൻ നോക്കും. അവിടെയാണ് ഭിന്നത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അത് പ്രസംഗിക്കുമ്പോൾ, അതായത് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം വരുത്തുവാനല്ല, അവിടെ സമാധാനം പോയി പോവുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ഒരുപോലെ ഈ സത്യസുവിശേഷത്തിലേക്ക്, ഈ നന്മയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ രാജ്യം, അതാണ് യേശു വിഭാവനം ചെയ്യുന്നത്. ധനഹായ്ക്ക് ശേഷമുള്ള ഈ ഒന്നാമത്തെ ഞായറാഴ്ച നാം പഠിച്ച വചനഭാഗത്തു നിന്നുള്ള 4 സുപ്രധാന ചിന്തകൾ നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഒന്നാമതായി, പിതാവ് തന്ന ആ സത്യവചനം ശിഷ്യന്മാരെയും മറ്റു ജനങ്ങളെയും പഠിപ്പിക്കുവാൻ യേശുക്രിസ്തു കാണിച്ച താല്പര്യവും തിടുക്കവും. The care Jesus had taken to teach them the words which the Father gave him. ഈ അന്ധകാര ലോകത്തിന് വേണ്ടത് സത്യത്തിൻ്റെ വെളിച്ചമാണ്. അത് എല്ലാവരെയും നല്ലവണ്ണം അറിയാവുന്നത് യേശുവിനായിരുന്നു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നാം ഈ അർജൻസി മനസ്സിലാക്കണം. രണ്ടാമതായി, ജീസസ് ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടി ഫെയ്ത്ത്ഫുള്ളി. യേശു പറഞ്ഞു, പിതാവേ, ഞാനത് ചെയ്തിരിക്കുന്നു, അങ്ങ് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ലോകത്തിന് കൊടുക്കുവാനുള്ള നമ്മുടെ കടമ എത്രയോ വലുതാണ്. നമുക്കും പറയുവാൻ കഴിയണം, ഫാദർ, വി ഡിസ്ചാർജ്ഡ് അവർ ഡ്യൂട്ടി ഫെയ്ത്ത്ഫുള്ളി. മൂന്നാമതായി, പിതാവിനോടൊപ്പം ആദ്യന്തവിഹീനനായി ഒന്നായിരിക്കുന്നവന് മാത്രമേ ആ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. നിത്യതയിൽ പിതാവുമായി ഏകസാരാംശമായി ഒന്നായിരിക്കുന്ന ആ പുത്രന് മാത്രമേ പിതാവാം ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. വചനം പറയുന്നവർ അതുപോലെ ദൈവവുമായി ബന്ധപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ വചനം പറയുവാൻ ഉത്സാഹിക്കുകയുള്ളൂ. No man knows the Father, but he to whom the Son will reveal him. പുത്രനാം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവന് മാത്രമേ പിതാവാം ദൈവത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ. നാലാമതായി, പിതാവാം ദൈവത്തിന് അവരോടുള്ള കരുതൽ എത്രയെന്ന് യേശുവിൻ്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശു പറയുന്നു, Father, I pray for them, for they are thine. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാരണം അവർ നിന്റേതാണ്. വീണ്ടും പറയുന്നു, All mine are thine. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. All thine are mine. നിനക്കുള്ളതെല്ലാം എൻ്റേതാണ്. നിത്യത മുതൽ ഇപ്രകാരമുള്ള ഒരു ഐക്യമാണ് ഇവിടെയുള്ളത്. No dispute, for the matter was settled from eternity.
അതായത് ദൈവവചനം കൈക്കൊണ്ട് യേശുവിനെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവർ, they are taken into a covenant relationship to the Father. യേശു അവരെ പിതാവിന് സമർപ്പിക്കുകയാണ്. അത്രമാത്രം ഐക്യമാണ് അവിടെ ഉള്ളത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് യേശുവിലേക്ക് കടന്നു വരുന്നവരെ യേശു പിതാവിന് സമർപ്പിക്കുകയാണ്. ഇത് നാം കാണുന്നത് റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സസ് 9 and 10. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നവരെ യേശു പിതാവാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതുപോലെ യേശു ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായത് പിതാവിന് വേണ്ടിയാണ്. 1 Corinthians chapter 15 verses 24 to 28. ഇവിടെ പറയുന്നു, അന്ന് യേശു എല്ലാ വാഴ്ചകൾക്കും ശക്തിക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. After putting an end to all rule and all authority and power, that is, after putting all enemies under his feet, including the last enemy, death, Jesus will deliver the kingdom of God to the Father. സർവസൃഷ്ടികളെയും വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴാക്കുന്നിടം വരെ യേശു ക്രിസ്തു ഈ രാജ്യത്തിന് മേൽ വാഴും. ആൻഡ് ദെൻ ഹി വിൽ ഡെലിവർ ഇറ്റ് ടു ദ ഫാദർ. ദൈവം സകലത്തിലും സകലവുമായി അവൻ്റെ മഹത്വം സർവവും ഭരിക്കുന്ന സമയം, ആ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.